നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോൺഗ്രസിനെ നേരിട്ട് പ്രതിരോധത്തിലാക്കുന്ന വലിയ രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുവരെ ചിത്രങ്ങളും പഴയ ബന്ധങ്ങളും ചുറ്റിപ്പറ്റി നടന്ന വാദപ്രതിവാദങ്ങളെ മറികടന്ന് ഇപ്പോൾ ആരോപണത്തിന്റെ അമ്പ് നേരെ കെ.സി. വേണുഗോപാലിലേക്കാണ് തിരിഞ്ഞത്. പത്തനംതിട്ടയിൽ LDF മധ്യമേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യം രാഷ്ട്രീയ വേദികളിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെയായിരുന്നു മറുപടി നൽകിയത്. 2004 ദേവസ്വം മന്ത്രിയായിരുന്ന കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവ് കെ.സി. വേണുഗോപാലിന്റെ കാലത്താണ് പോറ്റി ശബരിമലയിൽ പ്രവേശിച്ചതെന്നാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുന്നത്. പോറ്റിയെ കയറ്റിയത് LDF ആണെന്നും അന്നത്തെ ദേവസ്വം ബോർഡാണെന്നും ഇതുവരെ കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്ന വാദം മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളി. 2004 കോൺഗ്രസിന്റെ ഭരണകാലത്തും കോൺഗ്രസ് നിയമിച്ച ദേവസ്വം ബോർഡും പ്രസിഡന്റും ഉള്ളപ്പോഴാണ് പോറ്റി ആദ്യമായി ശബരിമലയിൽ കയറുന്നതെന്നും അതുവഴി അവിടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾക്കും അവസരം ലഭിച്ചെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസും UDFും ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം നേരിട്ട് കോൺഗ്രസിന്റെ പ്രതിരോധത്തെ തകർക്കുന്നതാണ്. ഇതോടെ ഇതുവരെ സോണിയാഗാന്ധിയുമായുള്ള ചിത്രങ്ങളും പഴയ ബന്ധങ്ങളും മാത്രം ചർച്ചയായിരുന്ന കേസിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ ചോദ്യം നേരെ കെ.സി. വേണുഗോപാലിന്റെ കാലഘട്ടത്തിലേക്കെത്തി. ശബരിമലയിൽ പോറ്റിക്ക് ലഭിച്ച സ്വാധീനവും ഇടപെടലുകളും ആരംഭിച്ചത് കോൺഗ്രസിന്റെ ഭരണകാലത്താണെന്ന വാദമാണ് മുഖ്യമന്ത്രി ശക്തമായി ഉയർത്തുന്നത്. ഇതിന് പിന്നാലെ കാസർഗോഡ് കുമ്പളയിൽ VD സതീശൻ നയിക്കുന്ന UDF യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോൾ കെ.സി. മറുപടി നൽകിയെങ്കിലും ആരോപണത്തിന്റെ മൂർച്ച കുറയ്ക്കാനായില്ല. അമ്പലക്കള്ളന്മാരെ അകത്താക്കും, പ്രതികളെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നായിരുന്നു കെ.സി.യുടെ പ്രതികരണം. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പോറ്റി കേസിൽ നിന്നും പുറത്തു വന്നതും കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന രമേശ് ചെന്നിത്തലയടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്കൊപ്പം ചേർന്ന് UDFനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതിചേർക്കൽ ഇതുവരെ നടന്നിട്ടില്ല. ഇതിനിടെയാണ് കേസിലെ 6ാം പ്രതിയായ S ശ്രീകുമാറിനെ ED ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇനി വെറും നിയമ വിഷയമല്ല, തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. പ്രത്യേകിച്ച് പോറ്റിയുടെ പ്രവേശനത്തിന്റെ തുടക്കം തന്നെ കെ.സി. വേണുഗോപാലിന്റെ ദേവസ്വം മന്ത്രി കാലത്താണെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം UDFന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ആരോപണ പ്രത്യാരോപണ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ബാക്കി കണ്ടറിയാം.